ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ ഫസഖതത് യദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ കൈ താഴോട്ട് വീണു. വസഖലത റഅസഹു ഫീ സദ്രി, എൻ്റെ നെഞ്ചിൽ റസൂലുള്ളാഹിന്റെ തലക്ക് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു. ഫഅറഫ്തു അന്നഹു ഖദ് മാത്, എനിക്ക് മനസ്സിലായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന്. റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി തിങ്കളാഴ്ച ദുഹാന്റെ സമയം. അന്ന് ആയിഷ ബീവി കരഞ്ഞ ദിവസം, അന്ന് ആയിഷ നെഞ്ചുപൊട്ടി ഏങ്ങി കരഞ്ഞ ദിവസം. ഇന്ന് മുസ്ലിം ഉമ്മ പോലെ അന്ന് ആയിഷ ബീവി കരഞ്ഞു, വേദന കൊണ്ട് കരഞ്ഞു. ആയിഷ ബീവി പറയാൻ ഫലം അദ്രി മാ അഫ്അൽ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. റസൂലുള്ളാഹി മരിച്ചു, എൻ്റെ ബാപ്പയാണെങ്കിൽ ഇവിടെ ഇല്ല, നാട്ടിലില്ല, കച്ചവടത്തിന് പോയിട്ടാണുള്ളത്. പുറത്താണെങ്കിൽ സഹാബാക്കൾ മൊത്തം മദീന പള്ളി ചുറ്റും ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്. എനിക്ക് വേറൊന്നും ചെയ്യാനില്ല. പിന്നെ ഹിജാബൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങി വാതിൽ തുറന്നു. ആൾക്കാർ മൊത്തം പള്ളിയിൽ എൻ്റെ വീട്ടിന്റെ വാതിൽ നോക്കി ഇരിപ്പുണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞു, അല്ലാഹു റസൂൽ മരണപ്പെട്ടു പോയി. ആയിഷ ബീവി പറയാൻ സഹാബത്തിന്റെ കരച്ചിൽ കൊണ്ട് പള്ളി പൊട്ടിത്തെറിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇൻഫജറ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തകരുക. സഹാബത്തിന്റെ കരച്ചിൽ അത്ര ശബ്ദത്തിൽ ഉയർന്നു. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദുഹാന്റെ സമയം. അത് ഈ ഉമ്മത്ത് ഒന്നും അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവാൻ. ഉമ്മത്ത് ആ സഹാബത്തിന്റെ അന്നത്തെ മാനസികാവസ്ഥ ഒന്നും മനസ്സിലാക്കിയിരുന്ന റസൂലിന്റെ ഏകദേശം ഒരു 3 ദിവസം മുമ്പ്, ഖബ്ലൽ വഫാത്തി ബി 3 അയ്യാം, വഫാത്താകുന്നതിന് 3 ദിവസം മുമ്പ് 12-ന് വഫാത്തായി. 12, 11, 10, 9-ന്റെ അന്ന്, റബീഉൽ അവ്വൽ 9-ന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വേദന അതിശക്തമായി. അബ്ദുല്ലാഹി മസ്ഊദ് എന്ന് പറഞ്ഞു, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ നോക്കുമ്പം പുതച്ചിരിക്കുന്ന കരിമ്പിടത്തിന്റെ പുറത്തു വരെ ചൂട് എനിക്ക് അനുഭവപ്പെടുന്നു, ആ ഒരു പനിയുടെ. അപ്പൊ ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങ് വല്ലാണ്ട് വേദനിക്കുന്നുണ്ടല്ലേ? അപ്പൊ പറഞ്ഞു, നഅം ഇന്നി, തീർച്ചയായും ഞാൻ നിങ്ങളിൽ 2 പേർ വേദനിക്കുന്ന പോലെ ഞാൻ വേദനിക്കുന്നുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ സമയത്ത് ഇബ്നു മസ്ഊദ് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അങ്ങനെ ആവുമ്പോൾ അങ്ങേക്ക് ഇരട്ടി പ്രതിഫലവും കിട്ടുന്നുണ്ടാവുമല്ലോ, അങ്ങനെ സഹാബാക്കൾ ചിന്തിക്കാം. റസൂലുള്ളാഹി പറഞ്ഞു, അതെ, എനിക്ക് ഇരട്ടി കൂലിയും ആ വിഷയത്തിൽ കിട്ടുന്നു. അന്ന് റബീഉൽ അവ്വൽ 9-ന്റെ അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉള്ളത് മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ്. വേദന ശക്തമായി എന്ന് കണ്ടപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മൈമൂനന്റെ വീട്ടിലേക്ക് എല്ലാ ഭാര്യമാരെയും ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു. ഇജ്മഉ സൗജാതി, എന്റെ ഭാര്യമാരെല്ലാം വിളിച്ചിട്ടാന്ന് പറഞ്ഞു. എല്ലാവരും മൈമൂനന്റെ വീട്ടിൽ വന്നു. ആകാംക്ഷയിലാണ് ഭാര്യമാരൊക്കെ. എന്തിനാ വിളിച്ചതെന്ന് അറിയില്ല, എന്ത് പറയാൻ വേണ്ടിയെന്ന് അറിയില്ല. വന്നു കഴിഞ്ഞപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അതഅസനൂന ലി അൻ അംറദ ഫീ ബൈതി ആയിഷ, എനിക്ക് എൻ്റെ ആയിഷാന്റെ വീട്ടിൽ രോഗിയായി കിടക്കാൻ നിങ്ങൾ എനിക്ക് അനുവാദം തരുമോ? ആയിഷാനോട് അത്ര സ്നേഹമായിരുന്നു, ആയിഷ ബീവിയോട് അത്ര ഇഷ്ടമായിരുന്നു. റസൂലുള്ളാഹി പറഞ്ഞു ദുആയിൽ, അല്ലാഹുവേ, എൻ്റെ ഭാര്യമാർക്കിടയിൽ ഞാൻ നീതി കാണിക്കുന്നുണ്ട്, പക്ഷേ ആയിഷയോടുള്ള മുഹബ്ബത്തിന്റെ കാര്യത്തിൽ ഒഴികെ. ഉടനെ സഹാബി പറഞ്ഞു, ഞാൻ ചോദിച്ചു റസൂലുള്ളാഹി, യാ റസൂലുള്ളാഹ്, അങ്ങക്ക് ഏറ്റവും ഇഷ്ടം ആരോടാണ്? ഞാൻ എൻ്റെ പേര് പറയുന്നു വിചാരിച്ചാ ചോദിച്ചത്. റസൂലുള്ളാഹി ആദ്യം പറഞ്ഞത് ആയിഷയോടാണ്. ഖുൽതു സുമ്മമൻ, ഞാൻ ചോദിച്ചു പിന്നാരോടാ? ഖാല അബൂഹ, ആയിഷാന്റെ ഉപ്പാനോടാണ്, അബൂബക്കർ. ഖുൽതു സുമ്മമൻ, നബിയെ പിന്നാരോടാ? ഉമർ. അവരൊക്കെ എത്ര വലിയ ഭാഗ്യവാന്മാരെ നോക്കി. കാരണം റസൂലുള്ളാഹിന്റെ മുഹബ്ബത്ത് അള്ളാഹിന്റെ മുഹബ്ബത്തിന്റെ സാക്ഷ്യപത്രമാണ്. നാളെ ആഖിറത്തിലും അവർ ആ പ്രവാചകന്റെ കൂടെയാണ്, ഒരു സംശയമില്ല. ഉസ്മാന്റെ പേര് പറഞ്ഞു, അലിയുടെ പേരും പറഞ്ഞു. ആ സഹാബി പറയാൻ, പിന്നെ ഞാൻ ചോദിച്ചില്ല, കാരണം എൻ്റെ പേര് പറയാത്തപ്പം എനിക്കൊരു സങ്കടം, അതുകൊണ്ട് ഞാൻ പിന്നെ ചോദിച്ചില്ല. ചോദിച്ചിരുന്നുവെങ്കിൽ റസൂലുള്ളാഹി വേറെ ആരെങ്കിലും പേര് പറയുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ പിന്നെ ഒന്നും അന്വേഷിച്ചില്ല. എല്ലാ ഭാര്യമാരും അല്ലാഹുവിന്റെ റസൂലിന്റെ ആ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു, നഅം യാ റസൂലല്ലാഹ്, ആയിക്കോട്ടെ, ആയിഷാന്റെ വീട്ടിലേക്ക് പോയിക്കോടി. അന്ന് മുതൽ റബീഉൽ അവ്വൽ 9 തൊട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലാണ് കിടപ്പ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേക്കാൻ ഭാവിച്ചു പോവാൻ, പക്ഷെ എണീക്കാൻ കഴിയുന്നില്ല. അലി ഇബ്നു അബി ത്വാലിബും ഫദ്ൽ ഇബ്നു അബ്ബാസും റളിയല്ലാഹു അൻഹുമ രണ്ടുപേരും താങ്ങിപ്പിടിച്ച് ആയിഷാന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പോഴും നിസ്കരിക്കാൻ വേണ്ടി, ജമാഅത്ത് നിസ്കരിക്കാനുള്ള ആവേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിക്കുന്നുണ്ട്. സഹാബാക്കൾ പറഞ്ഞു, ഇടക്കിടക്ക് ബോധം പോകുന്നുണ്ട്. പക്ഷെ ബോധക്കേട് പോയി ഉണർന്ന ഉടനെ ചോദിക്കും, ഹൽ സല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ആയിഷ ബീവി പറയും, ലാ ഹും യന്തദിറൂനക. കാരണം സഹാബാക്കൾക്ക് അവരുടെ ഇമാം ഇല്ലാണ്ട് നിസ്കരിക്കാൻ കഴിയില്ല. അവരുടെ നേതാവിനെ മുമ്പിൽ കാണാണ്ട് അവർക്ക് നിസ്കാരത്തെ പറ്റി അവർ ചിന്തിക്കുന്നില്ല. ഹും യന്തദിറൂനക, അങ്ങനെ കാത്തിരിക്കാണ് നബിയെ. റസൂലുള്ളാഹി പറയും, എഴുന്നേൽപ്പിക്കൽ. 2 കൈകുത്തി എണീക്കാൻ വേണ്ടി പോവും, പിന്നെയും ബോധം കെട്ടി വീഴും. കുറച്ച് കഴിയുമ്പോൾ ബോധം വരും, അപ്പോഴും ചോദിക്കും, അസ്വല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? ആയിഷ പറഞ്ഞ പറയും, ലാഹും യന്തദിറൂനക, ഇല്ല നബിയെ, അങ്ങയെ പ്രതീക്ഷിച്ചിരിക്കുക. 3-4 പ്രാവശ്യം ആവർത്തിച്ചു. കഴിയില്ലാന്ന് കണ്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുറൂ അബാ ബക്രിൻ യുസല്ലി ബിന്നാസ്, അബൂബക്കറിനോട് ഇമാമിൽ നിന്ന് നിസ്കരിക്കാൻ വേണ്ടി പറ, എനിക്ക് എന്തായാലും പറ്റും തോന്നില്ല. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്നെ കൊണ്ട് കഴിയില്ല. ആയിഷ ബീവി പറഞ്ഞു, റസൂലുള്ളാഹി, എൻ്റെ ഉപ്പാക്ക് കഴിയില്ല,
എൻ്റെ ഉപ്പാന്റെ മനസ്സിൽ ഓല മനസ്സാണ്. ഓതി തുടങ്ങുമ്പോൾ തന്നെ കരയാൻ തുടങ്ങും. ആൾക്കാർ നിസ്കാരം വസ്വാസായി പോകും. ഉമറിനോട് പറഞ്ഞോളി, ഉമർ കുറച്ച് കടുപ്പുള്ള ആളാണ്. റസൂലുള്ളാഹി പറഞ്ഞു രണ്ടാമതും മുർ അബൂബക്കറിൻ, അബൂബക്കറിനോട് പറ. ആയിഷ ബീവി ഇതേ മറുപടി പിന്നെയും പറഞ്ഞു റസൂലുള്ളാഹി അബൂബക്കറിനോട് പറ. ആയിഷ ബീവി മൂന്നാമതും ഈ മറുപടി പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങളുടെ ശബ്ദം കുറച്ച് കട്ടിയായി, അബൂബക്കറിനോട് നിൽക്കാൻ പറ. കുറച്ച് കട്ടി കേട്ടപ്പം ആയിഷ ബീബി ഒന്നും മുണ്ടിയില്ല. നിങ്ങൾ യൂസുഫിന്റെ പെണ്ണുങ്ങളെ പോലത്തെ പെണ്ണുങ്ങളാണ്, നിങ്ങൾ പറഞ്ഞനുസരിക്കും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമായി നിന്നു. സഹാബാക്കൾക്ക് സംശയമായി. കാരണം എല്ലാ നിസ്കാരത്തിന് മുമ്പിലുള്ള റസൂലുള്ളാഹിനെ അവർ കാണുന്നില്ല, പകരം അബൂബക്കറിനെ കാണുന്നു. വീട്ടിലാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ ഉണ്ട് താനും. പള്ളിയിൽ ആളുകൾ തിങ്ങിക്കൂടാൻ തുടങ്ങി. ആളുകൾ പള്ളിയിലും വരാന്തയിലും പരിസരങ്ങളിലും കളിച്ചു. വല്ലാണ്ട് ആളുകൾ ഇങ്ങനെ തിങ്ങിക്കൂടുന്നു, റസൂലുള്ളാഹിനെ കാണുന്നില്ല. ഒരു ദിവസം അനസ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഇമാമായി നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിന്റെ വിരി കർട്ടനൊന്ന് മാറ്റി സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയുടെ അർത്ഥം പിന്നീട് സഹാബാക്കൾ പറഞ്ഞു, സഹാബാക്കളുടെ സഫ് കെട്ടി നിൽക്കുന്ന ആ നൃത്തത്തിന്റെ ഭംഗി കണ്ടിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിരിച്ചു പോയത്. റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ സഫ് കൃത്യമായി കാലുകൾ അടുപ്പിച്ച് വിടവുകളില്ലാതെ നിൽക്കണം. അതനുസരിച്ച കാഴ്ച കണ്ടിട്ടാണ് റസൂലുള്ളാഹി തങ്ങൾ ആ അവസാന സമയം ചിരിച്ചു പോയത്. എല്ലാ നിസ്കാരം കഴിയുമ്പോൾ ആൾക്കാർ ആയിഷ ബീവിന്റെ വീട്ടിന്റെ മുമ്പിലേക്ക് വരും. ചോദിക്കും, എങ്ങനെയുണ്ട് റസൂൽ? മാ ഫഅല റസൂലുള്ളാഹ്. ആരും ജോലിക്ക് പോകുന്നില്ല, ആരും പിന്നെ പുറത്തേക്ക് പോകുന്നില്ല, പള്ളി നിറഞ്ഞിട്ടുണ്ട് ഈ 3 ദിവസം. അനസ് റളിയല്ലാഹു പറഞ്ഞു, ഒരു ദിവസം റസൂലുള്ളാഹി പുറത്തേക്ക് വന്നു. അബൂബക്കർ സിദ്ദീഖ് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹിനെ കണ്ടപ്പം ബാക്കോട്ട് വന്നു. റസൂലുള്ളാഹി ആംഗ്യം കാണിച്ചു, അവിടെ നിൽക്കാൻ പറഞ്ഞു. റസൂൽ ഇമാമായി നിന്നു, അതിന്റെ ബാക്കിൽ അബൂബക്കർ നിന്നു, അതിന്റെ ബാക്കിൽ നമ്മൾ നിന്നു. അങ്ങനെ ആദ്യം നിസ്കരിച്ചു. പിന്നൊരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് തീരെ വരാൻ പറ്റാത്ത ഒരു അവസ്ഥയായി. സഹാബാക്കൾക്കാണെങ്കിൽ കാണാതെ നിൽക്കാനും പറ്റുന്നില്ല. ഭയങ്കര ചർച്ചയായി പുറത്ത്. റസൂലുള്ളാഹിനെ കാണുന്നില്ല, റസൂൽ വരുന്നില്ലല്ലോ. ഒച്ചപ്പാടും ബഹളവും അധികരിച്ചപ്പോൾ റസൂലുള്ളാഹി അതിന്റെ ഉള്ളിൽ ചോദിച്ചു, മാ ഹാദാ, എന്താണ് പുറത്ത് ഈ ശബ്ദം കേൾക്കുന്നത്? ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ് യഖാഫൂന അലൈക്, അങ്ങയുടെ വിഷയത്തിൽ അവർക്ക് എന്തോ ഒരു ഭയം വന്നിട്ടുണ്ട്, ഇനി അങ്ങ് പുറത്തേക്ക് പോകൂലാന്നുള്ളത്. റസൂലുള്ളാഹി പറഞ്ഞു, ഇഹ്മിലൂനി ഇലൈഹിം, എന്നെ കൂട്ടി പുറത്തേക്ക് പോ, എന്നൊന്ന് താങ്ങി പിടിച്ചിട്ട് പുറത്തേക്ക് പോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറത്തേക്ക് വന്നു, മിമ്പറിൽ ഇരുത്തി. തങ്ങൾ പറഞ്ഞു, അയ്യുഹന്നാസ് കഅന്നകും തഖാഫൂന അലൈ, എന്റെ വിഷയത്തിൽ നിങ്ങൾക്ക് എന്തോ ഒരു ഭയം എന്ന പോലെ ഉണ്ടല്ലോ. ഖാലൂ നഅം യാ റസൂലല്ലാഹ്, അതേ റസൂലേ, നമുക്ക് പേടിയായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, അയ്യുഹന്നാസ് മൗഇദുകും മഈ ലൈസ ദുനിയ, ഞാൻ നിങ്ങളോടൊപ്പം നിൽക്കാൻ വേണ്ടി വാദ ചെയ്യപ്പെട്ടിരിക്കുന്നത് ദുനിയാവിലല്ല. മഈ ഇൻദൽ ഹൗദ്, മൗഇദുകും മഈ ഇൻദൽ ഹൗദി, ഞാൻ നിങ്ങളെ കണ്ടുമുട്ടുന്നത് ഇൻഷാ അല്ലാഹ് ഹൗദുൽ കൗസറിന്റെ അടുത്തായിരിക്കും. വല്ലാഹി ലകഅന്നി അൻദുറു ഇലൈഹി മിൻ മഖാമി ഹാദാ, ഇവിടെ വെച്ച് ഞാൻ എൻ്റെ ആ ഹൗദ് കാണുന്നുണ്ട്. അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, അവസാനം മിമ്പറിന്റെ മുകളിൽ കയറി പറഞ്ഞ വാക്കാണ്, മൽ ഫഖ്റു അഖ്ഷാ അലൈക്കും, ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ ഭയപ്പെടുന്നത് ദാരിദ്ര്യമല്ല, വലാകിന്നി അഖ്ഷാ അലൈക്കും അദ്ദുനിയ, ദുനിയാവിനെയാണ് ഞാൻ നിങ്ങളുടെ വിഷയത്തിൽ പേടിക്കുന്നത്. അതിൽ നിങ്ങൾ മത്സരിക്കും, അവസാനം നിങ്ങളുടെ മുൻഗാമികളെ നശിപ്പിച്ച പോലെ ആ മത്സരം നിങ്ങളെ നശിപ്പിക്കുമെന്ന് ഞാൻ പേടിക്കുന്നു. ഇത്രയും പറഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് പോയി. ആയിഷ ബീവിയുടെ വീട്ടിൽ കിടക്കുക, ചുണ്ടുകൾ അനങ്ങുന്നുണ്ട്, പക്ഷെ ശബ്ദം പുറത്തേക്ക് വരുന്നില്ല. ആയിഷ റളിയല്ലാഹു തആല അൻഹ ചുണ്ടിനോട് ചെവി ചേർത്തു. അന്നേരം ആ ശബ്ദം കേട്ടു. തങ്ങൾ പറയാണ്, യുഹന്നാസ് അല്ലാഹ അല്ലാഹ ഫിസ്സലാ വമാ മലകത് ഐമാനുകും, ജനങ്ങളെ നിസ്കാരത്തിന്റെ വിഷയത്തിൽ സൂക്ഷിക്കണേ, നിസ്കാരത്തിന്റെ വിഷയത്തിൽ സൂക്ഷിക്കണേ. അവസാന സമയം ശബ്ദം പുറത്തു വരാൻ പറ്റാത്ത അവശതയിൽ വരെ പറഞ്ഞൊരു വാക്കാണ്, നിസ്കാരം ശ്രദ്ധിക്കണേ, നിസ്കാരം ശ്രദ്ധിക്കണേ. വമാ മലകത് ഐമാനുകും, നിങ്ങളെ അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന അമാനത്തുകളെയും, നിങ്ങളുടെ ഭാര്യമാർ, നിങ്ങളുടെ മക്കൾ, നിങ്ങളുടെ സ്വത്ത്, നിങ്ങളുടെ ജോലിക്കാർ, നിങ്ങളുടെ കീഴിലുള്ളവർ, സഹോദരങ്ങൾ, സഹോദരിമാർ, അവരുടെ കാര്യത്തിലും നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായി വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുക്കുക. കുറച്ചൊന്ന് ഉഷാറ് കിട്ടി. അപ്പൊ പറഞ്ഞു, എന്നൊന്ന് പള്ളിയിലേക്ക് കൊണ്ടുപോകും. 2 സഹാബാക്കൾ ചുമന്ന് പള്ളിയിലെ മിമ്പർമ കൊണ്ടേ നിരുത്തി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുനിഞ്ഞു, മിമ്പർമ ഇരുന്നിട്ട് കുനിഞ്ഞു. ഈ പെരടിയുടെ രോമങ്ങൾ സഹാബാക്കൾ കണ്ടു. എന്നിട്ട് പറഞ്ഞു, എന്നോട് നിങ്ങൾക്ക് എന്തെങ്കിലും പകരം ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോളൂ. ഞാൻ നിങ്ങളോടൊക്കെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ, പകരം ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ എന്നോട് അതിന്റെ പ്രതിവിധി ചോദിച്ചോളി, ഞാൻ തയ്യാറാണ്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ സഹാബത്തുമായിട്ടുള്ള ഹക്കിടപാടുകളിൽ നിന്ന് മോചിതനായിട്ട് പോവാൻ ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ചോദിച്ചത്. സഹാബാക്കൾക്ക് എന്തുണ്ടാവും റസൂലുള്ളാഹിനോട് പറയാം, സഹാബത്തിന് എന്തുണ്ടാവും? പക്ഷെ ഒരു സഹാബി പറഞ്ഞു, എനിക്കുണ്ട് നബിയെ, എനിക്കുണ്ട്. ഉമർ ഫാറൂഖ് വാളൂരി, അയാളെ കൊല്ലാൻ മുനാഫിഖ് എന്ന് വിളിച്ചു ഉമർ റളിയല്ലാഹു അൻഹു സഹാബിയെ. അലി എണീച്ചു. അലി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓന്റെ കാര്യം ഞാൻ ഏറ്റെടുത്തു, അങ്ങ് വിടണ്ട, ഞാൻ ഏറ്റെടുത്തു. പക്ഷേ റസൂലുള്ളാഹി പറഞ്ഞു, ദഅൂ, ഇല്ലില്ല, ഓനെ വിട്, ഓന്റെ വിഷയം എന്താന്ന് പറയട്ടെ. ആ സമയത്താണ് സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവസരം മുതലെടുത്ത് ചുംബിച്ചത്. സവാദ് ബദർ യുദ്ധത്തിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം ചുംബിച്ചതുപോലെ
കാരണം അള്ളാഹു റസൂലുമായിട്ട് അവസാനത്തെ കണ്ടുമുട്ടലാണ്. അത് അവർക്കറിയാം. ആ ചാൻസ് മുതലാക്കി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സഹാബി ചുംബിച്ചു. കുനിഞ്ഞു നിന്ന് റസൂലുള്ളാഹി പറഞ്ഞു, ആഖിറത്തിലേക്ക് ആശയം, ആഖിറത്തിലേക്ക് നിങ്ങളുമായിട്ടുള്ള ഹക്കുകൾ ബാക്കി വെച്ച് പോവാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അത് ഉമ്മത്തിനുള്ള വലിയൊരു പാഠം കൂടിയാണ്. മരിക്കുന്നതിന് മുമ്പ് ഹക്കിടപാടുകൾ പൂർത്തിയാക്കണം. അള്ളാഹുവിന്റെ റസൂല് വരെ ഹക്കിടപാടുകൾ പൂർത്തിയാക്കിയിട്ട യാത്രയായത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിലേക്ക് മടങ്ങി. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പിന്നൊരു ദിവസം സഹാബാക്കൾ ആകാംക്ഷയിൽ കാത്തിരിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് നിസ്കാരം തുടങ്ങി, ഇമാമായി നിന്നു. പെട്ടെന്ന് സഹാബാക്കൾ നോക്കുമ്പോൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ കർട്ടൻ മാറുന്ന സഹാബാക്കൾ ശ്രദ്ധിച്ചു. കർട്ടൻ മാറി. അവർ അവരുടെ നിസ്കാരം ഫിത്നയായി പോകുമോ എന്ന് പേടിച്ചു. കാരണം അവർക്ക് റസൂലുള്ളാഹി തങ്ങൾ കർട്ടൻ മാറിയ ശ്രദ്ധയിൽപ്പെട്ടു. നോക്കാൻ വേണ്ടി പല സഹാബാക്കളും നോക്കി. പലരും ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്ന പ്രവാചകന്റെ മുഖം കാണുകയുണ്ടായി. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തേക്ക് വന്നിട്ടില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, റസൂലുള്ളാഹി പറഞ്ഞു, അയ്യുഹൻ നാസ്, ജനങ്ങളെ, ഇഖ്റഉ മിന്നി സലാം കുല്ലു മൻ തബിഅനി മിൻ ഉമ്മതി ഇലാ യൗമിൽ ഖിയാമ. സഹാബാക്കളെ, ഖിയാമത്ത് നാൾ വരെ എന്നെ പിൻപറ്റുന്ന എൻ്റെ ഉമ്മത്തിന് എൻ്റെ സലാം നിങ്ങൾ അറിയിക്കണം. സ്നേഹിച്ചിരുന്നു, നമ്മളെ ഇഷ്ടപ്പെട്ടിരുന്നു, അവസാന സമയത്ത് നമ്മളെ ഓർത്തിരുന്നു. പക്ഷെ നമ്മൾ, അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ, മനസ്സിലാക്കി അമൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എൻ്റെ അനുജൻ അബ്ദുറഹ്മാൻ എൻ്റെ വീട്ടിലേക്ക് കയറി വന്നു, അല്ലെങ്കിൽ ജ്യേഷ്ഠൻ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ നെഞ്ചത്ത് തലയും വെച്ചിട്ട് കിടക്കുക, എണീക്കാൻ കഴിയില്ല, തീരെ അവശനാണ്, നല്ല ശക്തമായ രോഗമുണ്ട്. ആ സമയം അബ്ദുറഹ്മാന്റെ കയ്യിലേക്ക് എന്റെ പ്രവാചകൻ നോക്കുന്ന കാഴ്ച ഞാൻ കണ്ടു. ഞാൻ ശ്രദ്ധിച്ചു. നോക്കുമ്പം അറാഖിനേക്കാണ് നോക്കുന്നത്. അബ്ദുറഹ്മാന്റെ കയ്യിൽ മിസ്വാക്ക് ചെയ്യുന്ന അറാഖുണ്ട്. എനിക്ക് സംഭവം മനസ്സിലായി. അതാണ് ഭാര്യ, അതാണ് ആയിഷ. ഭർത്താവിന്റെ നോട്ടവും ഭർത്താവിന്റെ ചലനവും നോക്കി മനസ്സിന്റെ ഉള്ളിൽ എന്താ ആശ എന്ന് മനസ്സിലാക്കും. ആയിഷ ബീവിക്ക് മനസ്സിലായി. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, മിസ്വാക്ക് ചെയ്യണോ? നഅം എന്ന് പറയാൻ കഴിയുന്നില്ല, അവശനാണ്. തലകൊണ്ട് ആംഗ്യം കാണിച്ചു. ഞാൻ ആ മിസ്വാക്ക് എടുത്തു. നോക്കുമ്പോൾ നല്ല കട്ടിയുണ്ട്. ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അൽയനുലക്, ഞാനത് കടിച്ചിട്ട് പദം വരുത്തി തരട്ടെ? ഞങ്ങൾ ആംഗ്യം കാണിച്ചു. ഞാനത് കടിച്ചു, പദം വരുത്തി മിസ്വാക്ക് ചെയ്തു കൊടുത്തു. കാരണം യാത്രക്കുള്ള ഒരുക്കമാണ്. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് അള്ളാഹു ചെയ്ത ഫദ്ൽ എന്താണെന്നറിയോ? എനിക്ക് അള്ളാഹു ദുനിയാവിൽ തന്ന ഏറ്റവും വലിയ നിഅമ ഫകാന മിൻ ഫദ്ലില്ലാഹി അലൈഹി. രണ്ട് കാര്യം. ഒന്ന്, എൻ്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ ഉമിനീര് ഏറ്റവും അവസാനം ചേർന്നത് എൻ്റെ ഉമിനീരുമായിട്ടാണ്. അതിനുശേഷം പിന്നെ റസൂലുള്ളാഹി വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഞാൻ കടിച്ച എൻ്റെ ഉമിനീരും അവസാനം റസൂലുള്ളാഹിന്റെ വായിൽ ഞാൻ വെച്ചു കൊടുത്തു. അത് എനിക്ക് അള്ളാഹു തന്ന നിഅമത്താണ്. രണ്ട്, എൻ്റെ നെഞ്ചിൽ തലയും വെച്ചുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായത്. പല്ലി തേച്ചു കൊടുത്തു. പല്ലി തേച്ചു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം തയ്യാറായി. ആള് വിളിച്ച് ആയിഷ പറഞ്ഞു, ആയിഷ, എൻ്റെ മോള് ഫാത്തിമാനെ ഒന്ന് വിളിക്കാൻ പറ. കാരണം ഫാത്തിമയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളിയിൽ നിന്ന് 3 ആൾക്കാർ തമ്മിൽ തർക്കം. കുറച്ചും കൂടി ക്ഷമിക്കണേ, 7 മണിക്ക് ഇൻഷാ അല്ലാഹ്. വളരെ മുമ്പ് തർക്കം. ജഅഫർ, അലി, സെയ്ദ് റളിയല്ലാഹു അൻഹു, എല്ലാം ബന്ധുക്കളും. സെയ്ദ് അടുത്ത ആളുമാണ്. തർക്കം എന്താ അറിയോ? ജാഫർ പറയുന്നു, റസൂലുള്ളാഹിക്ക് എന്നെയാ ഇഷ്ടം. അലി പറയുന്നു, അല്ല, എന്നെയാ ഇഷ്ടം, മോളെ എനിക്കാ കെട്ടിച്ചെന്ന്. സെയ്ദ് പറയുന്നു, അല്ല, എന്നെയാ ഇഷ്ടം. അത് തർക്കായി, ബഹളമായി. വീട്ടിൽ റസൂലുള്ളാഹി ശബ്ദം കേട്ടു. ഉസാമ ബിൻ സെയ്ദ് വീട്ടിലുണ്ട്. നിങ്ങൾ പറഞ്ഞു, ഉസാമ പോയി നോക്കി, എന്താ ചർച്ച? വരുമ്പോൾ ഉസാമ കാണുന്ന ഈ 3 ആൾക്കാരെയാ. അത് വിവരം പറഞ്ഞു. നബി അവർ അങ്ങനെ കാണാൻ അനുവാദം ചോദിക്കുന്നുണ്ട്. ഇതല്ലഹും, വരാൻ പറ. 3 ആളും വന്നു. റസൂലുള്ളാഹി ചോദിച്ചു, എന്താ പ്രശ്നം? ജാഫർ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങക്ക് എന്നല്ലേ ഇഷ്ടം? റസൂലുള്ളാഹി പറഞ്ഞു, ജാഫർ, ദുനിയാവിൽ സ്വഭാവത്തിലും രൂപത്തിലും ഞാനുമായി ഏറ്റവും സാദൃശ്യമുള്ളത് നീയാണ്. അതേപോലെ എന്റെ കുടുംബ പരമ്പരയുടെ ഷജറയാണ് താങ്കൾ, ജാഫറിന്റെ കുടുംബം. അപ്പൊ അലി ചോദിച്ചു, എന്നാ പിന്നെ എന്നോടായിരിക്കുമല്ലേ നബിയെ? കാരണം പുതിയാപ്പളയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അലി, നീ എന്റെ മോളെ ഭർത്താവാണ്. അബുൽ വലദ്, ഹസന്റെയും ഹുസന്റെയും എന്റെ മക്കളുടെ ഉപ്പയാണ്. എന്റെ മോളെ ഭർത്താവാണ്, എന്റെ കുടുംബമാണ്. അന മിൻക, ഞാൻ നിന്നിൽപ്പെട്ടവനാണ്, നീ എന്നിൽപ്പെട്ടവനാണ്. രണ്ടാളെയും ആദരിച്ചു. സെയ്ദ് ചോദിച്ചു, അപ്പൊ ഞാനായിരിക്കുമല്ലേ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അമ്മ സെയ്ദ്, നീയാണ് എനിക്ക് ജനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ. സെയ്ദ് റളിയല്ലാഹു തആല അൻഹു മഹബത്തും കൊടുത്തു. ബാക്കി 2 അക്കം. വേറെ റിവായത്തിൽ കാണാം, ഈ 3 പേരും വന്നിട്ട് 3 ആളും ഒരുമിച്ച് ചോദിച്ചു, യാ റസൂലല്ലാഹ്, എന്നോടല്ല നിങ്ങൾക്ക് ഇഷ്ടം? റസൂലുള്ളാഹി പറഞ്ഞു, അല്ല, എന്റെ മോള് ഫാത്തിമാനോട്. അത്ര ഇഷ്ടമായിരുന്നു. ലാസ്റ്റ് സമയം ഫാത്തിമാനെ വിളിച്ചു. മോള് വന്നു. റസൂലുള്ളാഹി പറഞ്ഞു, ഉദ്നു മിന്നി യാ ഫാത്തിമ, ഫാത്തിമ കുറച്ചുകൂടി എന്റെ അടുത്ത് വാ. മോൾ അടുത്തു വന്നു. ചെവി അള്ളാന്റെ ഹബീബിന്റെ വാപ്പാന്റെ ചുണ്ടിനോട് ചേർത്ത് വെച്ചു. എന്തോ പറഞ്ഞു. ഫബക്കത്ത്, അപ്പൊ മോള് കരഞ്ഞു. ഫലമ്മ ബക്കത്ത്, മോള് കരയുന്ന കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് താങ്ങാൻ പറ്റിയില്ല, സഹിക്കാൻ പറ്റില്ല. നബി പറഞ്ഞു, ഫാത്തിമ ഉദ്നു മിന്നി, അടുത്തു വാ മോളെ. അടുത്തു വന്നു. ചെവി ചുണ്ടിൽ വെച്ചു കൊടുത്തു. എന്തോ പറഞ്ഞു. അപ്പൊ ഫാത്തിമ ചിരിച്ചു. ആയിഷ ബീവി പറയാണ്, ആയിഷന്റെ വീട്ടിലെ സംഭവം ഞാനിത് കണ്ടു. കുറെ കാലത്തിന് ശേഷം, വഫാത്തിന് ശേഷം ഞാൻ ചോദിച്ചു, മോളെ, നീ എന്തിനാ അന്ന് വാപ്പ മരിക്കുന്ന സമയം ആദ്യം കരഞ്ഞല്ലോ, പിന്നെ ചിരിച്ചു, എന്തായിരുന്നു? അപ്പൊ പറഞ്ഞു, ആയിഷ ബീവി ഫാത്തിമനേക്കാളും പ്രായം കുറവാണ്. അപ്പൊ പറഞ്ഞു, ആദ്യം എന്റെ ബാപ്പ എന്നോട് പറഞ്ഞത്, മോളെ,
മലക്കുൽ മൗത്ത് വന്നിട്ടുണ്ട്. ഹാദാ ഹാദിമുൽ ലദ്ദാത്ത് മുയത്തിമുൽ അബ്നാഇ വൽ ബനാത്ത് ഖാബിദുൽ അർവാഹി മലക്കുൽ മൗത്ത്. ജിബ്രീൽ വന്നു, ബാപ്പാന്റെ അടുത്ത് വന്നു. മലക്കുൽ മൗത്ത് വാതിൽക്കലുണ്ട് മോളെ. ബാപ്പയോട് അനുവാദം ചോദിച്ചിട്ടുണ്ട്. ഖുയ്യിർത്ത്, വേണമെങ്കിൽ ഇനിയും ജീവിക്കാം, ഇല്ലെങ്കിൽ അള്ളാഹിന്റെ അടുത്തേക്ക് തിരിച്ചു പോകാം, നിന്റെ ബാപ്പ പോകാൻ തീരുമാനിച്ചു മോളെ. ഇത് പറഞ്ഞപ്പോഴാണ് ഫാത്തിമ കരഞ്ഞത്. കരച്ചിലുണ്ട്, റസൂലുള്ളാഹിക്ക് സഹിച്ചില്ല. രണ്ടാമത് വിളിച്ചു. ആയിഷ ചോദിച്ചു, പിന്നെ നീ ചിരിച്ചെന്തിനാ? അപ്പൊ പറഞ്ഞു, എന്റെ ബാപ്പനോട് പറഞ്ഞു, എന്റെ ബാപ്പാന്റെ കുടുംബത്തിൽ ബാപ്പാക്ക് ശേഷം ഞാനായിരിക്കും ആദ്യമായി ബാപ്പാന്റെ അടുത്തേക്ക് പോവാൻ. ഇത് കേട്ടപ്പം എനിക്ക് സന്തോഷമായി, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയെ ചുംബിച്ചു, വസിയത്തുകൾ ചെയ്തു. അലിയിനോട് പ്രത്യേകം പറഞ്ഞു, അലി എന്റെ മോളെ വേദനിപ്പിക്കരുത്. അത്ര ഇഷ്ടമായിരുന്നു. മാത്രമല്ല റസൂലുള്ളാഹി പറഞ്ഞു, മോളെ നീ ആയിരിക്കും നാളെ സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ നേതാവ്, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന. ആ ഫാത്തിമാന്റെ ഒക്കെ കഥയുണ്ടല്ലോ, ചരിത്രം നമ്മളെ വീട്ടിലെ പെൺകുട്ടികൾക്ക് വായിച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ഈ കാലത്ത് ജീവിക്കുന്ന അതബില്ലാത്ത കുരുത്തം കെട്ട തെമ്മാടിച്ചുകളായ മുസ്ലിമിന്റെ പെൺകുട്ടികൾക്ക് ഫാത്തിമാന്റെ കഥ വായിച്ചു കൊടുക്കണം. തെമ്മാടിച്ചെന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് കാണാം. നിങ്ങൾ മേൽപ്പറമ്പിന്റെയോ കാസർഗോഡിന്റെയോ റോഡ് സൈഡിലോ റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ കാണുന്ന പർദ്ദയിട്ട മുസ്ലിമിന്റെ മക്കളെന്ന് പറയുന്ന ആ മക്കൾക്ക് ഈ ഫാത്തിമാന്റെ കഥയൊന്ന് കേൾപ്പിച്ചു കൊടുക്കണം. ഇത്ര സ്നേഹിച്ചപ്പോൾ എങ്ങനെ ജീവിച്ചെങ്ങനെന്നറിയോ? കയ്യിൽ തഴമ്പുണ്ടായിരുന്നു. അലിയുടെ വീട്ടിലെ ആസികല്ലിൽ മാവ് കുഴച്ചതിന്റെ തഴമ്പ്. അലിയുന്നതിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കാൻ വേണ്ടി കിണറിന്റെ അടുക്കലേക്ക് ആ മോള് നടന്നിട്ട് പോകും. എന്നിട്ട് തലമ്പ വെള്ളം വെച്ചിട്ട് വരും. ഇത് അല്ലാഹുവിന്റെ റസൂൽ കാണും. അതൊക്കെ വിഷമാവും, പക്ഷെ ഒന്നും മിണ്ടൂല. ഒരു ദിവസം അലി പറഞ്ഞു, മോളെ നിന്റെ ഉപ്പാനടുത്ത് കുറെ അതിഥികൾ, കുറെ അടിയാങ്ങൾ വന്നിട്ടുണ്ട്, ഹദിയ, നീ പോയിട്ട് ചോദിച്ചു നോക്ക്, നിനക്കൊരു സഹായത്തിൽ. മോൾ ഓടിപ്പോയിട്ട് കൈ കാണിച്ചിട്ടു, വിഷമങ്ങൾ പറഞ്ഞു, വീട്ടിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞു. ഒരടിമ തന്നെങ്കിലും വീട്ടിൽ സഹായമാവും ബാപ്പ. ഉപ്പ പറഞ്ഞെന്താ അറിയോ? മോളെ നിനക്ക് അതിനേക്കാളും നല്ല ഞാൻ തരാം. നീ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഈ തസ്ബീഹാത്തുകൾ 33 പ്രാവശ്യം അത് പറഞ്ഞ് കടന്നാൽ മതിയെന്ന്. ആ മോളെ, ആ ഉപ്പാന്റെ മോളല്ലേ, വെറും കൈയോടെ വീട്ടിലേക്ക് വന്നു. അലി ചോദിച്ചു, എന്താ ബാപ്പ ഒന്നും തന്നില്ലേ? പറഞ്ഞു, മോള് അതിനേക്കാൾ നല്ലത് എനിക്ക് തന്നിട്ടുണ്ട്. അതെന്താ? തസ്ബീഹ് പഠിപ്പിച്ചു കൊടുത്തു. അലിയിലും അത് മതി, മരുമോനത് മതി. രണ്ടുപേരും വീട്ടിൽ കയറി. രാത്രിയിൽ ബാപ്പാക്ക് ഉറക്കം വരുന്നില്ല, കാരണം മോളെ വിഷമം വന്ന് പറഞ്ഞിട്ട് പോയതാണ്. രാത്രി പുറക്കേക്ക് വന്നു. നിങ്ങൾ ഉറങ്ങിയോ മക്കളെ? ഇല്ല, ഉറങ്ങിയില്ല. കല്യാണത്തിന്റെ ദിവസവും അതേപോലെ റസൂലുള്ളാഹി പോയിട്ടുണ്ട്. റസൂലുള്ളാഹി പറഞ്ഞു, മക്കളെ ഞാൻ വരാണ്ട് നിങ്ങൾ കിടക്കരുത്, ഉറങ്ങരുത്. റസൂലുള്ളാഹി അന്നും പോയിട്ടുണ്ട്. അതേപോലെ ഈ സമയത്തും പോയി. ഒരു പുതപ്പിന്റെ ഉള്ളിൽ അവരെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ദുനിയാവിൽ നിന്റെ ബാപ്പ നിനക്ക് സൗകര്യം തരുന്നതിനേക്കാളും നല്ലത് നിന്റെ ബാപ്പാന്റെ കൂടെ സ്വർഗത്തിൽ ഇങ്ങനെ ആകുന്നതല്ലേ? മോള് പറഞ്ഞു, അങ്ങനെ മതി ബാപ്പ. അഹുഡിൽ കിസ്വ. ആ പുതപ്പിന്റെ ആളുകൾ എന്ന് അലിയും മോള് ഫാത്തിമാവും ഹസൻ ഹുസൈനും 2 മക്കളും കിസ്വന്റെ ആളുകൾ. അങ്ങനെയും ജീവിച്ചു റസൂലുള്ളാഹിന്റെ മക്കൾ. അത് നമ്മൾ ഇന്നത്തെ മക്കൾക്ക് ആ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്താൽ നല്ലതായിരിക്കും. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ വല്ലാണ്ട് വിഷമിച്ചു, വല്ലാണ്ട് പ്രയാസപ്പെട്ടു. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ നെഞ്ചത്ത് കിടക്കുന്നുണ്ട്. ഞാൻ റസൂലുള്ളാഹി തങ്ങളെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ കൈ ആകാശത്തേക്ക് ഉയർന്നു. ഫർഫഅ യദഹു ഇല സമ. കാരണം ചോദിക്കുന്നുണ്ട് മലക്കുൽ മൗത്ത്, പോണോ പോണ്ടേ എന്നുള്ളത്. ഇന്നമ ഖുയ്യിർതു, എനിക്ക് സ്വാതന്ത്ര്യം നൽകപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈപൊക്കി. ഞാൻ ചെവിയോർത്തു റസൂലുള്ളാഹിന്റെ ചെവിയിലേക്ക്. അപ്പൊ ഞാൻ കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അലാ ഇന്നലിൽ മൗതി ലസക്ര, ഇന്നലിൽ മൗതി ലസക്ര, മരണത്തിന് വേദനയുണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും അനുഭവിക്കേണ്ടി വരിക തന്നെ ചെയ്യും. മരണത്തിന് വേദനയുണ്ട്. സഹാബാക്കൾ പുറത്ത് കാത്തിരിപ്പുണ്ട്. ആയിഷാന്റെ വീട്ടിലായതുകൊണ്ട് ആരും ഉള്ളിൽ കയറുന്നില്ല. ഉപ്പ അബൂബക്കറിന് മാത്രമേ കയറാൻ അനുവാദമുള്ളൂ. റബീഉൽ അവ്വൽ 12 രാവിലെ അബൂബക്കർ സിദ്ദീഖ് മദീനത്തില്ല. ആയിഷ ബീവി വീട്ടിന്റെ ഉള്ളിൽ ഒറ്റക്കാണ്. നെഞ്ചത്ത് തലയും വെച്ച് റസൂലുള്ളാഹി കിടക്കുന്നുണ്ട്. കൈ ആകാശത്തേക്ക് പൊക്കിയിട്ട് പറഞ്ഞു, ബലിർ റഫീഖുൽ അഅല, ബലിർ റഫീഖുൽ അഅല. വേണ്ട, റഫീഖുൽ അഅല മതിയാവും, അഥവാ ഏറ്റവും നല്ല ഉന്നതനായ കൂട്ടുകാരൻ. കൈ പൊക്കിയിട്ടുണ്ട് മുകളിലേക്ക്. തങ്ങൾ സഫർ മാസത്തിൽ, റബീഉൽ അവ്വലിന്റെ മുമ്പുള്ള മാസം സഫർ മാസത്തിൽ പനി പിടിച്ചു. ഹജ്ജത്തുൽ വദാ കഴിഞ്ഞ് ഹജ്ജ് കഴിഞ്ഞ് വരുമ്പം തന്നെ ഏകദേശം സഹാബാക്കളുടെ മനസ്സിൽ ഒരു മൂകതയുണ്ട്. കാരണം ഹജ്ജിന്റെ സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഖുദൂ അന്നി മനാസിഖകും ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ഇതാ ഹജ്ജ് നോക്കി പഠിച്ചോളി, അടുത്ത വർഷം ചിലപ്പോൾ നിങ്ങൾ എന്നെ കണ്ടു എന്ന് വരില്ല. ചില റിവായത്തുകളിൽ അടുത്ത വർഷം നിങ്ങളോടൊപ്പം ഹജ്ജ് ചെയ്യാൻ ഞാൻ ഉണ്ടായി എന്ന് വരൂല. ആ ഹജ്ജിലാണ് അറഫാ ദിവസം അൽയൗമ അക്മൽതു ലക്കും ദീനക്കും എന്ന ആയത്ത് അവതരിക്കുന്നത്. ഈ ആയത്ത് കേട്ടപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കരയാൻ തുടങ്ങി. സഹാബാക്കൾ ചോദിച്ചു, മാ യുബ്കീക യാ അബൂബക്കർ, അബൂബക്കർ എന്തിനാ കരയുന്നത്? സന്തോഷിക്കണ്ടേ? അല്ലാഹു ദീൻ പൂർത്തിയാക്കി തന്നു പറഞ്ഞ ആയത്ത് ഇറക്കുമ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഹാദാ നുഅയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ വിചാരിക്കും പോലെയല്ല. പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ച് ആ പ്രവാചകന്റെ ദൗത്യം പൂർത്തിയായാൽ പിന്നീടുള്ളത് പ്രവാചകന്റെ മടക്കമാണ്. ദീൻ അള്ളാഹു പൂർത്തിയാക്കിയെങ്കിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ
ദൗത്യം പൂർത്തിയായി എന്ന അർത്ഥം. അത് അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ സൂചനയാണ്. ആ ഹജ്ജിന്റെ വേളയിൽ അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ ജംറത്തുൽ അഖബയിൽ കല്ലെറിയുന്ന സമയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതൽ വിഷമത്തോടെയാണ് കാണപ്പെട്ടത്. പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഖുദൂ അന്നി മനാസികക്കും. ആ അഖബയിൽ എറിയുന്നതിനിടയിലാണ് സൂറത്തുൽ നസ്ർ അവതരിച്ചത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. അള്ളാന്റെ സഹായവും വിജയവും വന്നു കഴിഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ ഉള്ളും പുറവും കൃത്യമായി നോട്ട് ചെയ്ത് പഠിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെയും കരഞ്ഞു. അനുയായികൾ ചോദിച്ചു, യാ അബൂബക്കർ, നിങ്ങൾ ഇവിടെയും കരയാണോ? നിങ്ങൾ എന്തിനായി കരയുന്നു? അള്ളാഹു വിജയം തന്നു, അള്ളാഹു സഹായം തന്നു എന്നല്ല ഈ പറയുന്നത്, കരയുന്നെന്തിനാണ്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിന്റെ വിജയവും സഹായവും വന്നു കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൗത്യത്തിന്റെ ആവശ്യമില്ല, പൂർത്തിയാകും. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ അടയാളമാണത്. അതായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ റസൂലുമായിട്ടുള്ള ആ ഒരു കണക്ഷൻ. അത് കഴിഞ്ഞ് മദീനയിലേക്ക് മടങ്ങി. ദുൽഹിജ്ജ കഴിഞ്ഞു, ദുൽഖഅദ ഒരു മാസം അങ്ങനെ പോയി. ദുൽഹിജ്ജ പിന്നെ മുഹറമായി, പിന്നെ സഫറായി. 3 മാസത്തിന് ശേഷം സഫറിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് പനി വരാൻ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണാൻ തുടങ്ങി. ഏകദേശം വഫാത്താകുന്നതിന്റെ 9 ദിവസം മുമ്പാണ് പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും അവസാനമായി അവതരിച്ചു എന്ന് പ്രബലമായ അഭിപ്രായത്തോടെ പറയപ്പെട്ട ആയത്ത് അവതരിക്കുന്നത്. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ് തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത് വഹും ലാ യുദ്ലമൂൻ. അതാണ് പ്രബലമായ അഭിപ്രായ പ്രകാരം ഖുർആനിന്റെ അവസാനത്തെ ആയത്ത്. വത്തഖൂ യൗമ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസം നിങ്ങൾ അല്ലാഹുവിലേക്ക് മടക്കപ്പെടും. പിന്നെ തുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോരുത്തർക്കും അവരവർ സമ്പാദിച്ചതിന്റെ ഫലം കൃത്യമായി നൽകപ്പെടും, ആരും ആക്രമിക്കപ്പെടുകയില്ല. അതാണ് അവസാനം ഇറങ്ങിയ ആയത്ത്. ആ മാസം തന്നെ ബദഅൽ വജ്ഉ യദ്ഹറു അല റസൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പനി പിടിച്ച് ശരീരമാസകലം വല്ലാത്തൊരു വേദന അനുഭവപ്പെടാൻ തുടങ്ങി. ഒരു ദിവസം ഏകദേശം വഫാത്താവുന്നതിന്റെ 9-8 ദിവസം മുമ്പ് റസൂലുള്ളാഹി പറഞ്ഞു, അസൂറു ശുഹദാ ഉഹദ്, എനിക്ക് ഉഹദിൽ ഷഹീദായവരെ ഒന്ന് സന്ദർശിക്കണം. കാരണം അത്ര ഇഷ്ടമായിരുന്നു. കാരണം ഉഹദിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ആരുണ്ട്? പൃഥ്വിയൻ ഹംസയുണ്ട്. അല്ലാഹുവിന്റെ റസൂലിനെ ഇത്രത്തോളം കരയിപ്പിച്ച മറ്റൊരു കൊലപാതകം ഇസ്ലാമിൽ നടന്നിട്ടില്ല, മറ്റൊരു ഷഹീദ് വേറെ ഇല്ല. എനിക്ക് ഉഹദ് സന്ദർശിക്കണം. റസൂലുള്ളാഹി ഉഹദിലേക്ക് പോയി, അവിടെ ഖബറിന്റെ അടുത്ത് നിന്നു. എന്നിട്ട് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ ശുഹദാ ഉഹദ് അൻതുമുസ് സാബിഖൂൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ വഇന്നീ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖ്. സലാം പറഞ്ഞിട്ട് പറഞ്ഞു, നമ്മളൊക്കെ നിങ്ങളടുത്തേക്ക് വരും, വഇന്നീ, ഞാനും ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ, നിങ്ങളുമായി വന്ന് കൂടി ചേരുക തന്നെ ചെയ്യും. സിയാറത്ത് കഴിഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് മടങ്ങി. ആയിഷ റളിയല്ലാഹു പറയാൻ, ഫസഖതത് യദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പെട്ടെന്ന് റസൂലുള്ളാഹിന്റെ കൈ താഴോട്ട് വീണു. വസഖലത റഅസഹു ഫീ സദ്രി, എന്റെ നെഞ്ചിൽ റസൂലുള്ളാഹിന്റെ തലക്ക് വല്ലാത്തൊരു ഭാരം അനുഭവപ്പെട്ടു. ഫഅറഫ്തു അന്നഹു ഖദ് മാത്, എനിക്ക് മനസ്സിലായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടു എന്ന്. റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി തിങ്കളാഴ്ച ദുഹാന്റെ സമയം. അന്ന് ആയിഷ ബീവി കരഞ്ഞ ദിവസം, അന്ന് ആയിഷ നെഞ്ചുപൊട്ടി ഏങ്ങി കരഞ്ഞ ദിവസം. ഇന്ന് മുസ്ലിം ഉമ്മ ജൂതന്മാരെ ചിരിപ്പിക്കുന്ന ദിവസം. അവർക്ക് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല, അതെങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും അവർക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. എന്തോ അവരെ മനസ്സ് കട്ടിയായ പോലെ. അന്ന് ആയിഷ ബീവി കരഞ്ഞു, വേദന കൊണ്ട് കരഞ്ഞു. ആയിഷ ബീവി പറയാൻ, ഫലം അദ്രി മാ അഫ്അൽ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. റസൂലുള്ളാഹി മരിച്ചു, എന്റെ ബാപ്പയാണെങ്കിൽ ഇവിടെ ഇല്ല, നാട്ടിലില്ല, കച്ചവടത്തിന് പോയിട്ടാണുള്ളത്. പുറത്താണെങ്കിൽ സഹാബാക്കൾ മൊത്തം മദീന പള്ളി ചുറ്റും ആൾക്കാർ തിങ്ങി നിറഞ്ഞു നിൽക്കുക. എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എന്താ ചെയ്യേണ്ടത്. എനിക്ക് വേറൊന്നും ചെയ്യാനില്ല. പിന്നെ ഹിജാബൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ഞാൻ എന്റെ റൂമിൽ നിന്ന് ഇറങ്ങി വാതിൽ തുറന്നു. ആൾക്കാർ മൊത്തം പള്ളിയിൽ എന്റെ വീട്ടിന്റെ വാതിൽ നോക്കി ഇരിപ്പുണ്ട്. ഞാൻ വിളിച്ചു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂൽ മരണപ്പെട്ടു പോയി. ആയിഷ ബീവി പറയാൻ, സഹാബത്തിന്റെ കരച്ചിൽ കൊണ്ട് പള്ളി പൊട്ടിത്തെറിക്കുന്ന പോലെ എനിക്ക് തോന്നി. ഇൻഫജറ എന്ന് പറഞ്ഞാൽ പൊട്ടിത്തകരുക. സഹാബത്തിന്റെ കരച്ചിൽ അത്ര ശബ്ദത്തിൽ ഉയർന്നു. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച ദുഹാന്റെ സമയം. അത് ഈ ഉമ്മത്ത് ഒന്നും അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവാൻ. ഉമ്മത്ത് ആ സഹാബത്തിന്റെ അന്നത്തെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ. അലി റളിയല്ലാഹു അൻഹു മദീനയിൽ ചാരി നിൽപ്പുണ്ട്. ആയിഷ ബീവി പറയാൻ, അലി, ഞാനിത് പറഞ്ഞു കേട്ടപ്പോഴേക്കും ഊർന്നങ്ങനെ ഇരുന്നു പോയി. റസൂലുള്ളാഹിന്റെ മരണം അവർക്ക് താങ്ങാൻ കഴിയുന്നില്ല. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ കൈ രണ്ടും ഇങ്ങനെ പിരിച്ചിട്ട് എന്തൊക്കെയോ ആംഗ്യങ്ങൾ കാണിക്കുന്നു. ബോധം കുഞ്ഞിനെ പോലെ എന്തെല്ലോ കാണിക്കുന്നു. വഹാദാ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ അടുത്ത ഭാഗത്ത് നിത്യം ഉണ്ടായിരുന്ന ഉമർ. അദ്ദേഹം യർഫഉ സൈഫ, വാളൂരി. എന്നിട്ട് പറഞ്ഞു, മൻ ഖാല അന്നഹു ഖദ് മാത്, ആരെങ്കിലും എന്റെ റസൂൽ മരിച്ചെന്ന് പറഞ്ഞാൽ ഖതഅതു റഅസഹ, അവന്റെ തല ഞാൻ വെട്ടിക്കളയും. ഇന്നഹു ദഹബ ലിലിഖാഇ റബ്ബി, മരിച്ചിട്ടൊന്നുമില്ല, അല്ലാഹുവിനെ കാണാൻ പോയതാണ്. കമാ ദഹബ മൂസ ലിലിഖാഇ റബ്ബി, മൂസ തന്റെ റബ്ബിനെ കാണാൻ വേണ്ടി പോയ പോലെ. വസയഊദ്, റസൂലുള്ളാഹി മടങ്ങി വരും. നിങ്ങളറിയോ, കുഞ്ഞുങ്ങളെ പോലെ സംസാരിക്കുക സഹാബാക്കള്.
അവരെ സമനില തെറ്റി. റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ വാർത്ത കേട്ടപ്പോൾ അവര് സ്വബോധത്തിലല്ല. ഉമർ പറയുന്നത് ഞാൻ കൊല്ലൂന്നാണ്. റസൂലുള്ളാഹി കിതാബ് വാങ്ങാൻ വേണ്ടി മൂസ പോയ പോലെ അള്ളാഹിനെ കാണാൻ പോയതാണ്. വസയഊദ് തിരിച്ചു വരും. വയഖ്തുലു മൻ ഖാല അന്നഹു ഖദ് മാത് മരിച്ചെന്ന് പറഞ്ഞ് അവൻ കൊന്നു കളയും. വല്ലാത്തൊരു അവസ്ഥയിലാണ് ഉമർ. ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ സഹാബാക്കൾ ഇങ്ങനെ പലതരത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന് വിവരം കിട്ടി. അദ്ദേഹം കുതിരപ്പുറത്ത് വന്നു. വരുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വാ ഖലീല വാ സഫിയ വാ ഹബീബ വാ നബിയ. അദ്ദേഹം റസൂലുള്ളാഹിന്റെ ഓരോ വിശേഷണങ്ങൾ വിളിച്ച് സങ്കടം പറഞ്ഞുകൊണ്ട് വരിക. ആയിഷ ബീവിന്റെ വീട്ടിലെത്തി. ഒരു വെള്ള തുണി കൊണ്ട് പുതച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ ബീവിന്റെ വീട്ടിൽ കിടത്തിയിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് വന്നു. തുണി മുഖത്തുനിന്ന് മാറ്റി 2 പുരികങ്ങൾക്കിടയിൽ ചുംബിച്ചു. അത് റസൂലുള്ളാഹി തങ്ങൾ തന്നെ കാണിച്ചു കൊടുത്തതാ. മയ്യത്തിനെ ചുംബിക്കൽ സുന്നത്തുവാൻ. ചുംബിച്ചിട്ട് പറഞ്ഞു തിബ്ത ഹയ്യൻ വതിബ്ത മയ്യതൻ യാ റസൂലല്ലാഹ്. അല്ലാഹുവിന്റെ റസൂലേ, ഒരു മരണം മാത്രമേ അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ളൂ. ആ മരണം അങ്ങ് മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പുറത്തേക്ക് വന്നു. ഉമർ ഓടി വന്നു. കുഞ്ഞിനെ പോലെ യാ അബൂബക്കർ. ജനങ്ങൾ പറയുന്നത് കേട്ടോ റസൂലുള്ളാഹി മരിച്ചു. ആൾക്കാർ പറയുന്നത് കേൾക്കുന്നില്ല റസൂലുള്ളാഹി മരിച്ചു. ഇവരൊക്കെ മുനാഫിക്കുകളായി പോയി. ഒരു പറയാ ഇവരെല്ലാം മുനാഫിക്കുകളായി പോയി. റസൂലുള്ളാഹി മരിച്ചെന്നാ ഇവർ പറയുന്നത്. ഇല്ല ഞാൻ കൊന്നു കളഞ്ഞു. അബൂബക്കർ സിദ്ദീഖിന് കരച്ചിലും വരുന്നു, സങ്കടവും വരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എല്ലാവരും ഇസ്ലിക്കയാ ഉമർ. ഉമറെ മിണ്ടാതിരിക്കും. ഉമറെ പിടിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. നിങ്ങൾ ആരെങ്കിലും മുഹമ്മദിനെ ആരാധിക്കുന്നെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മനസ്സിലാക്കിക്കോളൂ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടിരിക്കുന്നു. വമൻ കാന യഅബുദുല്ലാഹ്, നിങ്ങൾ ആരാണ് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നത്, ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്. അല്ലാഹു മരിക്കൂല, അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അത് ഈ ഉമ്മത്ത് ഒന്ന് അറിഞ്ഞെങ്കിൽ, അള്ളാഹുവിനെ പറ്റി ഒന്ന് ഈ ഉമ്മത്ത് അറിഞ്ഞെങ്കിൽ, ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്, അള്ളാഹു മരിക്കൂല, ജീവിച്ചിരിക്കുന്നവനാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിച്ചു. ഇത് കേട്ടപ്പം ഉമറിന്റെ കയ്യിൽ നിന്ന് വാള് താഴോട്ട് വീണു. ഉമർ പറഞ്ഞു അബൂബക്കർ സിദ്ദീഖ് ആയത്ത് ഓതി മാ കാന മുഹമ്മദുൻ അബ അഹദിൻ മിൻ റിജാലിക്കും. മുഹമ്മദ് ആരുടെയും ബാപ്പയല്ല, അവസാനത്തെ നബി മാത്രമല്ല ഇന്നക മയ്യിത്തുൻ വഇന്നഹു മയ്യിത്തുൻ. റസൂലുള്ളാഹി തആല നിങ്ങളും മരിക്കും, മുമ്പുള്ളവർ മരിച്ചിട്ടുണ്ട്. മാത്രമല്ല റസൂലുള്ളാഹി അള്ളാഹു പറഞ്ഞു ഒരു പ്രവാചകൻ മരിച്ചു എന്നറിഞ്ഞാൽ, മരണപ്പെട്ടു എന്നറിഞ്ഞാൽ നിങ്ങൾ പിന്നെ നിങ്ങളുടെ പഴയതിലേക്ക് തിരിച്ചു പോവാണോ എന്നൊക്കെ ചോദിച്ച് ആക്ഷേപിച്ചുള്ള ആയത്ത്. ഉമർ പറഞ്ഞു അബൂബക്കർ സിദ്ദീഖിനോട് നിങ്ങൾ ആ ആയത്ത് ഓതിയപ്പം അത് അന്നിറങ്ങിയ ആയത്ത് പോലെ എനിക്ക് തോന്നി. ഒന്നും ഓർമ്മയുണ്ടായില്ല. ഇതെല്ലാം പഠിച്ചതാണ്, കേട്ടതാണ്. പക്ഷെ വഫാത്ത് കേട്ട ആ ഒരു മാനസികാവസ്ഥയിൽ ഒന്നും ഓർമ്മയില്ലാത്ത പോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അടക്കി. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മയ്യത്ത് കുളിപ്പിച്ച് എവിടെ കബറടക്കുന്നുള്ള വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമായി. എന്ത് ചെയ്യും? അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞു ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, പ്രവാചകന്മാർ എവിടെയാണോ വഫാത്താവുന്നത് അവിടെയാണ് അവരുടെ ഖബറും. ആയിഷ ബീവിന്റെ വീട്ടിൽ ഖബർ കുഴിക്കപ്പെട്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖബറടക്കി. തിരിച്ച് സഹാബാക്കൾ നടന്നു വരുമ്പം ഫാത്തിമ റളിയല്ലാഹു അൻഹ അവരെ കണ്ടു. അനസ് പറയാൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ ചോദിച്ചു നമ്മളോട് അതാബത് അൻഫുസുകും അൻ തഹസ്സു തുറാബ അലാ വജ്ഹി നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അനസേ, എൻ്റെ ബാപ്പാന്റെ ശരീരത്തിൽ മണ്ണ് വാരിയിടാൻ നിങ്ങൾക്ക് എങ്ങനെയാ സാധിച്ചത്? നിങ്ങളെ മനസ്സ് സമ്മതിച്ചോ മണ്ണ് വാരിയിടാൻ? ചിലപ്പോൾ മനസ്സ് മറുപടി പറഞ്ഞിട്ടുണ്ടാവും, മനസ്സിലെങ്കിലും മനസ്സ് സമ്മതിച്ചിട്ടില്ല. പക്ഷെ ആ പ്രവാചകൻ അങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചത്. അവർ തന്നെ ഖബറടക്കി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് യാത്രയായി. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇങ്ങനെ പറയുന്ന സഹാബാക്കൾ കേട്ടു. യാ അബതാ, ഓ എൻ്റെ ബാപ്പ, അജാബ റബ്ബൻ ദആ, അങ്ങയുടെ റബ്ബ് അങ്ങയെ വിളിച്ചു, അങ്ങ് ഉത്തരം കൊടുത്തു. യാ അബതാ ജന്നത്തുൽ ഫിർദൗസ് മഅവാ, ഏ ബാപ്പ നിങ്ങളുടെ കേന്ദ്രം ജന്നത്തുൽ ഫിർദൗസാണ്. യാ അബതാ ഇലാ ജിബ്രീൽ നഅ, നമ്മൾ ജിബ്രീലിനോട് അനുശോചനം അറിയിക്കുന്നു. കാരണം ഇനി ജിബ്രീൽ ദുനിയാവിലേക്ക് വരില്ല. അല്ലാഹു റസൂലിന്റെ പോക്കോടുകൂടെ വഹി നിറച്ചു, ജിബ്രീലിന്റെ വരവും ഇല്ലാതെയായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റബീഉൽ അവ്വൽ മാസം 12-ാം തീയതി തിങ്കളാഴ്ച ദുഹാഇന്റെ സമയം മരണപ്പെട്ടു. അനസ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു മദീന മുഴുവൻ അന്ന് കഴിഞ്ഞു. മദീനയിൽ ഇരുട്ടി വ്യാപിച്ച പോലെ ദിവസങ്ങളോളം ആർക്കും അനക്കവുമില്ല കുലുക്കവുമില്ല. മദീന നിശ്ചലമായി പോയി. അതെ, അല്ലാഹുവിന്റെ റസൂൽ യാത്രയായി, വഫാത്തായി.